അത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ചെയറെ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ഇരുന്ന പൊസിഷനിൽ തന്നെ അടിയിൽ കിടപ്പുണ്ട്. ഞാൻ ഡ്രസ്സെ പിടിച്ച് വലിച്ച് പുറത്തോട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിറ്റ്, എനിക്ക് അവളെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ കുനിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പം എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ ഇരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഡെത്ത് ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു കളറാണ് വരുന്നത്. എൻ്റെ മോളിലൊക്കെ നല്ല ഫെയർ ആയിട്ടുള്ള മോള് കരിക്കട്ട കളറിലിരിക്കുന്നു. അപ്പോൾ ഞാൻ പൾസ് പിടിച്ച് നോക്കി കഴിഞ്ഞപ്പം പൾസില്ല. ഫ്രീസറിൽ നിന്ന് നമ്മൾ ഒരാളെ എങ്ങനെ എടുത്ത് വെക്കുന്നോ അതുപോലെ ഇരുന്നു. 1 സെക്കൻഡ് കൊണ്ട് എൻ്റെ മോള് ഹാർട്ട് റേറ്റ് ഇല്ല, ഒന്നുമില്ല, കംപ്ലീറ്റ്ലി പോയി. പെട്ടെന്ന് 1 സെക്കൻഡ് ഞാൻ സ്റ്റക്കായിപ്പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയാണ്, ജോലി സ്ഥലത്തായിരുന്നു, മോനുണ്ടായിരുന്നു, ഇവനൊന്നും അറിയില്ല. അപ്പം ഒരു നിമിഷം ഞാൻ മാതാവേന്ന് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പം കൃപാസനം മാതാവ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന ദിവസമായിരുന്നു ഈശോയും. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ചെവിയിലും മാതാവ് എന്ന് പറഞ്ഞു, എൻ്റെ ശ്വാസം കൊടുക്കെന്ന് പറഞ്ഞു. ഇങ്ങനെ എക്കോ പോലെ എൻ്റെ ചെവിയിലേക്ക് മാതാവ് പറയുകയാണ്, നിൻ്റെ ശ്വാസം കൊടുക്കുക, നിൻ്റെ ശ്വാസം കൊടുക്കെന്ന് പറയുന്നു.